ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തു ഓരോ ദിവസവും നമുക്ക് അനുഭവങ്ങൾ തന്ന് നമ്മെ ക്രിസ്തീയ ജീവിതത്തിൽ അഭ്യസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിന് കീഴിലാവുവാൻ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ അവസരം ലഭിച്ചു. ആശ്രയിക്കാൻ കൊള്ളാകുന്നവനായ യേശുക്രിസ്തു, ആശ്രയിക്കാൻ കൊള്ളാകുന്നവൻ, ദൈവത്തെ വിളിക്കുവാൻ ലഭിക്കുന്ന അവസരം, ആദ്യം ദൈവസന്നിധിയിൽ പോയി ഇരിക്കുവാൻ കിട്ടുന്ന ഭാഗ്യാവസ്ഥ, അത് ലഭിക്കണമെങ്കിൽ ദൈവത്തോടുള്ള തികഞ്ഞ സ്നേഹം വേണം. അവൻ എന്നെ ഈ ഭൂമിയിൽ ആരേക്കാളും ഉപരിയായി, മനുഷ്യരെക്കാൾ ഉപരിയായി, ഏത് ദൈവദാസന്മാരെക്കാൾ ഉപരിയായി, ഏത് കൂട്ടായ്മക്കാരെക്കാൾ ഉപരിയായി, ഏത് കൂട്ടായ്മകളെക്കാൾ ഉപരിയായി എന്നോട് ചേർന്ന് എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ആദ്യം ദൈവസന്നിധിയിൽ പോയി മുട്ടുമടക്കും. നമ്മുടെ ഒരു ആവശ്യഭാരം വരുമ്പോൾ കൂട്ടായ്മ ദൈവമക്കളോട് പറയില്ല എന്നല്ല, പ്രാർത്ഥന സഹായം ആവശ്യപ്പെടില്ല എന്നല്ല, എന്നാൽ അവർക്ക് ആദ്യം ആശ്രയിക്കാൻ ഒരാളുണ്ട്. കർത്താവായ യേശുക്രിസ്തുവാണ്. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു വാക്യം നമുക്ക് വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം, അതിന് 17-ാം അധ്യായം 7-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ മാത്രമാണ് ആശ്രയം, ദൈവം മാത്രമാണ് ആശ്രയം, യേശുക്രിസ്തു മാത്രമാണ് ആശ്രയം. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഭാഗ്യവാനാണെന്ന്. അതിന് തൊട്ടുമുമ്പ് ഒരു വാക്യം പറയുന്നുണ്ട്. അതിൻ്റെ 5-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 17-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ, ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനാണ് എന്ന്. നാം കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ട്, നാം ദൈവസന്നിധിയിൽ സമർപ്പണങ്ങളെ പുതുക്കുന്നുണ്ട്. പല പല തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് എടുക്കുവാൻ ദൈവം കൃപയാൽ അവസരം തരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്നവരാണോ? മനുഷ്യരിൽ ആശ്രയം വയ്ക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ശപിക്കപ്പെട്ട അവസ്ഥയാണ് എന്ന്. ഒരു ഭാഗ്യാവസ്ഥയെ പറ്റി പറഞ്ഞു, ഒരു ശപിക്കപ്പെട്ട അവസ്ഥയെ പറ്റി പറഞ്ഞു. ഇന്ന് നാം ഏതവസ്ഥയിലാണുള്ളത്? ഇന്ന് നാം ആരിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാലത്ത് മനുഷ്യരിൽ ആശ്രയം വെച്ചിരുന്ന വ്യക്തിയാണ്. മനുഷ്യരെ കാണിക്കുവാൻ കൂട്ടായ്മയ്ക്ക് വന്നിരുന്ന വ്യക്തിയാണ്. എൻ്റെ ജീവിത സാഹചര്യം, ഞാൻ ജനിച്ചു വളർന്നത് തികഞ്ഞ ശാപഗ്രസ്തമായ ഒരു കുടുംബത്തിലാണ്. മദ്യപാനത്തിൻ്റെ ശാപം നിറഞ്ഞ കുടുംബം. വീട്ടിലൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല, വീട്ടിലെന്നും പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ അന്ന് എൻ്റെ ചെറുപ്രായത്തിൽ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല, ആശ്രയിപ്പാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. വീട്ടിലെന്നും കലഹമാണ്, വീട്ടിലെന്നും മദ്യത്തിൻ്റെ ഗന്ധമാണ്. എന്നും മദ്യപിച്ച് വരുന്ന എൻ്റെ വല്യപ്പനെ കണ്ടാണ് ഞാൻ വളർന്നത്. വീട്ടിലെന്നും അസഭ്യമാണ് പറയുന്നത്. കാര്യം പള്ളിയുടെ തൊട്ട് മുമ്പിലാണ്. ഒരു സമാധാനവും ഇല്ലാതെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്നാൽ അന്ന് ഞങ്ങൾക്ക് ആശ്രയിക്കുവാൻ യേശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വേറെ ആരും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഒരു മനുഷ്യരും ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയില്ലായിരുന്നു. അവരെല്ലാം എൻ്റെ വല്യപ്പൻ ചീത്ത പറഞ്ഞ് ഓടിക്കുമായിരുന്നു. എന്നാൽ ഞാൻ വളർന്നു വന്നപ്പോൾ എൻ്റെ ആശ്രയം ഹൃദയം കൊണ്ട്, ഞാൻ കൂട്ടായ്മയ്ക്ക് വരുമായിരുന്നു, ഞാൻ ദൈവവചനം കേൾക്കുവാൻ വരുമായിരുന്നു. എന്നാൽ ഹൃദയം കൊണ്ട് ഞാൻ ഈ മനുഷ്യരിലേക്ക് പോയ ഒരു വ്യക്തിയായിരുന്നു. ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന്
അകന്നു പോകുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എന്നെ മനുഷ്യരെ കാണിക്കുവാൻ വേണ്ടി ഞാൻ ജീവിച്ചു. അശുദ്ധിയിൽ ഞാൻ മേളിച്ചു നടന്നു. പ്രകടമായി ഞാൻ പാപങ്ങൾക്ക് പോയി എന്നല്ല, എന്നാൽ അതിനേക്കാളും വലിയ പാപം എൻ്റെ ഹൃദയത്തിൽ സിനിമയോട് അതിയായ ആഗ്രഹം, സിനിമയുമേൽ ജയമില്ലാതെ, അശുദ്ധിയുമേൽ ജയമില്ലാതെ, എൻ്റെ കണ്ണിൻ കൊണ്ട് ഞാൻ നോക്കുന്നതിൽ ജയമില്ലാതെ, ഞാൻ ഹൃദയം കൊണ്ട് വലഞ്ഞുപോയ ശാപഗ്രസ്തനായ ഒരു മനുഷ്യനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനിച്ച് വളർന്നത് ഒരു ശാപഗ്രസ്തമായ കുടുംബത്തിലായിരുന്നു എന്ന്. എന്നാൽ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ മാറി. എന്നാൽ ദൈവം നോക്കുമ്പോൾ ഒരു ശാപഗ്രസ്തനായ മനുഷ്യനായിരുന്നു ഞാൻ. ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറി മനുഷ്യരുടെ പുറകെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ തികഞ്ഞവനായതുകൊണ്ടല്ല, ഞാൻ പൂർണ്ണമായി മാറിയതുകൊണ്ടല്ല, എന്നാൽ ഇന്ന് യേശു ക്രിസ്തുവിൽ ഒരു ആശ്രയം എനിക്ക് തരുന്നു. ഞാൻ എപ്പോഴും എനിക്ക് യേശു കൂടിയേ മതിയാവൂ എന്നുള്ള ഒരു ആശ്രയബോധം കർത്താവ് കൃപയാൽ ഇന്ന് എൻ്റെ ഹൃദയത്തിൽ തരുന്നു. ഞാൻ ഇന്ന് ഡെൻകേഡൻ്റെ ലാബിൽ ഒരു CEO ആയി ജോലി നോക്കുകയാണ്. എനിക്ക് അനേകം കാര്യങ്ങൾ ഒരു ദിവസം ചെയ്തു തീർക്കാനുണ്ട്. അനേകം പ്രശ്നങ്ങൾ എൻ്റെ ഓഫീസിൽ വരാറുണ്ട്. അനേകം ഇമെയിലുകൾ എൻ്റെ ഓഫീസിൽ വരാറുണ്ട്. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ചിന്തിക്കും, ഓരോ കാര്യങ്ങൾ ഇടപെടുമ്പോഴും ഞാൻ അങ്ങനെയൊന്നും ആയിരുന്ന വ്യക്തിയല്ല. ഞാൻ ഒരിക്കലും ദൈവത്തെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ആശ്രയിച്ചിരുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. അതുകൊണ്ട് ഇതെനിക്കൊരു വലിയ കാര്യമാണ്. എനിക്ക് യേശുവിനോടുള്ള ആശ്രയം എന്ന് പറയുന്നത് എനിക്കിന്നൊരു പ്രമോദമാണ്. എൻ്റെ യേശുവാണ് എന്നെ നടത്തുന്നത് എന്ന് പറയുന്നത് എനിക്കൊരു വലിയ പ്രമോദമാണ്. കാരണം എന്നെ അറിയുന്നവർക്ക്, എന്നെ വ്യക്തിപരമായി അറിയുന്നവർക്ക് അറിയാം, ഞാൻ ഏറ്റവും ബലഹീനനായ ഒരു മനുഷ്യനാണ്. ഞാൻ ഒരു വ്യക്തിയോട് സംസാരിക്കുവാൻ എനിക്ക് കെൽപ്പുള്ള വ്യക്തിയല്ല. എനിക്കറിയില്ല, ഞാൻ ഇവിടെ എൻ്റെ ദൈവമക്കളോടാണല്ലോ പറയുന്നത്. ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, ഈ വ്യക്തി ഇന്ന വാക്കുകൾ എന്നോട് സംസാരിക്കല്ലേ, ഈ വ്യക്തി ഈ രീതിയിൽ എന്നോട് സംസാരിക്കല്ലേ, എനിക്ക് ചിലപ്പോൾ അത് പറയാൻ പറ്റിയില്ല എന്ന് വരും. കർത്താവേ, ആ വ്യക്തിയെയും നീ ഒന്ന് കാത്തുകൊള്ളണമേ എന്ന് എനിക്ക് പറയാൻ കഴിവില്ല. പലപ്പോൾ ഞാനിത് ഒരിക്കലും ഒരു അതിശയോക്തി പറയുന്നതല്ല പ്രിയമുള്ളവരെ. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുനിമിഷം അനുഭവിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു CEO പൊസിഷനിൽ ഞാൻ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ഈ മണ്ടനായ എന്നെ, ഈ ബലഹീനായ എന്നെ കർത്താവ് ഇന്ന് ആ സ്ഥാനത്തിരുത്തിയത് ദൈവത്തിന് എന്നോടുള്ള അതിയായ സ്നേഹം കൊണ്ടാണ്. എന്നെ വീണ്ടും ഒന്ന് മെരുക്കിയെടുക്കുവാനാണ്. എന്നെ അവൻ പല കാര്യങ്ങളും അഭ്യസിപ്പിക്കുവാനാണ്. ഇന്ന് എന്നെ അവൻ ദൈവ വഴിയിൽ നടത്തുവാനാണ് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ചുള്ള ജീവിതം, മനുഷ്യരിൽ ആശ്രയിക്കാതെ ക്രിസ്തുവിൽ ആശ്രയിച്ചുള്ള ജീവിതം, എന്ത് ചെയ്യുന്നതിന് മുമ്പും, ഒരു പരീക്ഷ എഴുതുന്നതിന് മുമ്പ്, ഒരു ജോലിക്കായി പോകുന്നതിന് മുമ്പ് നാം ആദ്യം എന്താണ് ചെയ്യുന്നത്? ദൈവത്തോടാണോ നാം പ്രാർത്ഥിക്കുന്നത്? അതോ നാം ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ സഹായത്തിനെ ആവശ്യപ്പെടുകയാണോ? നാം വ്യക്തിപരമായി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്, കർത്താവേ, ഇന്ന് ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഇന്ന് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്നു, ഇന്ന രോഗകാര്യത്തിനായി ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരുന്നു എന്ന് വ്യക്തിപരമായി ജീവിതത്തിൽ ആശ്രയബോധമുള്ളവർ എത്ര പേരുണ്ട് പ്രിയമുള്ളവരെ? ഞാൻ ഇങ്ങനെ ധ്യാനിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവാശ്രയമില്ലാതെ എന്ത് ചെയ്താലും, ദൈവത്തോട് ചോദിക്കാതെ എന്ത് ചെയ്താലും അതെൻ്റെ ജീവിതത്തിൽ അബദ്ധമാണ്. എന്തെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടോ അതെൻ്റെ ജീവിതത്തിൽ അബദ്ധമായിട്ടേ വന്നിട്ടുള്ളൂ. എന്തിനാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്? നാം പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്, പല കാര്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിനറിയില്ലേ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന്? ഒരു ദൈവത്തിനായി ജീവിതം സമർപ്പിച്ച, ജീവിതത്തിൽ വ്യക്തമായി പാപത്തോട് യാത്ര പറഞ്ഞ ഒരു വ്യക്തിയുടെ കാര്യം ദൈവത്തിന് അറിയില്ലേ? നാം പ്രാർത്ഥിക്കുന്ന സമയത്ത്, നാം പ്രാർത്ഥിക്കാൻ ചെന്ന് മുട്ടുമടക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് അറിയില്ലേ ഇവൻ എന്താണ് വേണ്ടത് എന്ന്? പിന്നെ എന്തിനാണ് നാം പ്രാർത്ഥിക്കുന്നത്? അത് നാം ദൈവത്തോട് പറയുകയാണ്, ഞാൻ കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുകയാണ്. കർത്താവേ, ദൈവം അത് ആഗ്രഹിക്കുന്നു, ദൈവം അത് കൊതിക്കുന്നു. അവൻ്റെ സ്വന്തം മകൻ അല്ലെങ്കിൽ സ്വന്തം മകൾ എൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തണമെന്ന് ദൈവം അത് ആഗ്രഹിക്കുന്നു. ഞാനാണ് അവനെ നടത്തുന്നതെന്ന് അവൻ തിരിച്ചറിയണമെന്ന് ദൈവം അത് ആഗ്രഹിക്കുന്നു. നാം മുട്ടുകുത്തുന്നത് നോക്കി, നാം പ്രാർത്ഥിക്കുവാനായി മുട്ടുകുത്തുന്നത് നോക്കി ദൈവം ആവലോടെ കാത്തിരിക്കുന്നു. അതാണ് ആശ്രയ ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം. അത് ആശ്രയ ജീവിതമാണ്, ക്രിസ്തുവിലുള്ള ആശ്രയ ജീവിതമാണ്. പഴയ നിയമത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 40-ാം അധ്യായം. അത് വളരെ മനോഹരമായ ഒരു അധ്യായമാണ്. അവിടെ നാം കാണുന്നത് യോസേഫിനെയാണ്. യോസേഫ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. നമുക്കറിയാമല്ലോ, പൊത്തിഫേറിന്റെ ഭവനത്തിൽ വെച്ച് ജീവിതത്തിൽ വ്യക്തമായി അശുദ്ധിയോട് യാത്ര പറഞ്ഞ ആ വ്യക്തി, ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കണമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി, ആ വിശുദ്ധിക്ക് വേണ്ടി പോരാടിയതുകൊണ്ട് ഇന്ന് കാരാഗ്രഹത്തിലാണ്. കാരാഗ്രഹത്തിൽ ദൈവം അവനോട് കൂടെ ഇരുന്നു, ദൈവം അവനെ വഴി നടത്തി. അവിടെ നാം വായിക്കുന്നുണ്ട്, അവിടെ വരുന്ന എല്ലാ ബദ്ധന്മാരെയും
നോക്കുവാനായി കാരാഗ്രഹ പ്രമാണി യൗസേഫിനെയാണ് ഏൽപ്പിച്ചത്. യൗസേഫ് വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണ്, ജീവിതത്തിൽ വ്യക്തമായ സമർപ്പണമുള്ള ഒരു ദൈവപുരുഷനാണ്. എന്നാൽ അവിടെ 40-ാം അധ്യായത്തിൽ നാം വായിച്ചു വരുമ്പോൾ ഒരു കാര്യം കാണുന്നുണ്ട്. യൗസേഫിൻ്റെ അടുത്ത് 2 പേര് വരുന്നുണ്ട്. ഒന്ന് പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയും. രാജാവിൻ്റെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയും അവിടെ കാരാഗൃഹത്തിലാക്കിയിരിക്കുകയാണ്. അവർ രാജാവിനോട് എന്തോ കുറ്റം ചെയ്തു, അവർ അവിടെ ആക്കിയിരിക്കുകയാണ്. എന്നാൽ അവരൊരു സ്വപ്നം കണ്ടു, ഇവർ 2 പേരും. ആ സ്വപ്നത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുവാനായി അവർ യൗസേഫിൻ്റെ അടുത്താണ് വന്നത്. യൗസേഫ് അത് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇനിയാണ് അവിടെ ഒരു കാര്യം. യൗസേഫ് സ്വപ്നങ്ങളെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്നിട്ട് ഈ പാനപാത്ര വാഹകരുടെ പ്രമാണിയോട് യൗസേഫ് ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഒരു റെക്കമെൻഡേഷൻ ചോദിക്കുകയാണ്. യൗസേഫ് വിശുദ്ധനായ ദൈവപുരുഷനാണ്. എന്നാൽ അല്പസമയത്തേക്ക് യൗസേഫ് റെക്കമെൻഡേഷൻ ചോദിക്കുകയാണ്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 40-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്നും വിടുവിക്കണമേ. ഫറവോനെ എൻ്റെ ഈ വസ്തുത ഒന്ന് ബോധിപ്പിച്ച്, ഞാൻ നിനക്ക് ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു തന്നില്ലേ? വ്യാഖ്യാനിച്ചത് പ്രകാരം നീ ഉടനെ തന്നെ ഫറവോന്റെ പാനപാത്രവാഹകരുടെ പ്രമാണിയായി തന്നെ മാറും. അന്ന് നിനക്ക് നല്ല കാലം വരുമ്പോൾ നീ എൻ്റെ കാര്യം ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. നീ എന്നെ ഒന്ന് ഇവിടെ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കണം. നിനക്ക് എൻ്റെ അവസ്ഥ അറിയാമോ? ഞാൻ ഈ വിശുദ്ധിയോടെ നിൽക്കാൻ വേണ്ടി ജീവിച്ചിരുന്ന വ്യക്തിയാണ്. എന്നെ ഇവിടെ കൊണ്ട് ആക്കിയതാണ്. ഞാൻ ആ പൊത്തിഫേറിൻ്റെ ഭാര്യയ്ക്ക് മുമ്പിൽ കീഴടങ്ങാതിരുന്നത് കൊണ്ട്, എൻ്റെ ദൈവം ദുഃഖിക്കുമെന്നോർത്ത് ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, മനുഷ്യരെ കാണിക്കുവാനല്ല, ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, എനിക്ക് പാപം ചെയ്യാമായിരുന്നു. എന്നാൽ ഞാൻ അതൊന്നും ചെയ്യാതെ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ഞാൻ ഈ കാരാഗൃഹത്തിലായതാണ്. നീ ഒരു റെക്കമെൻഡേഷൻ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യണം. മനുഷ്യരിൽ ആശ്രയിക്കുകയാണ്, മനുഷ്യരോട് റെക്കമെൻഡേഷൻ ചോദിക്കുകയാണ്. പാനപാത്രവാഹക പ്രമാണിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ പ്രമാണി വീണ്ടും രാജസന്നിധിയിൽ ചെന്നു. രാജാവ് അവനെ തിരിച്ച് അപ്പോയിന്റ് ചെയ്തു. എന്നാൽ ആ അധ്യായത്തിൻ്റെ അവസാനം നാം വായിക്കുന്നുണ്ട്, മനുഷ്യരോടാണ് യൗസേഫ് റെക്കമെൻഡേഷൻ ചോദിച്ചത്. വിശുദ്ധനായ ദേവപുരുഷൻ ഒരു നിമിഷത്തേക്ക് മനുഷ്യരിലൊന്ന് ആശ്രയിച്ചു. എന്താണ് അവിടെ സംഭവിച്ചത്? നമുക്കൊന്ന് വായിക്കാം. 23-ാം വാക്യം. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. യോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. പ്രിയമുള്ളവരെ, ഇതാണ് മനുഷ്യരുടെ അവസ്ഥ. ഇന്ന് നാം ആരോടാണ് റെക്കമെൻഡേഷൻ ചോദിക്കുന്നത്? നിങ്ങൾ വ്യക്തമായി ജീവിതത്തിൽ സമർപ്പണമുള്ള വ്യക്തിയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രം ഇന്ന് നാം എൻ്റെ ജീവിതത്തിൽ പാപം വരികയില്ല എന്ന് വ്യക്തമായി ജീവിതത്തിൽ സമർപ്പണമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് നമുക്ക് ചോദിക്കുവാനായി കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. നാം ആദ്യം ചോദിക്കേണ്ടത് ദൈവസന്നിധിയിൽ ചെന്ന് മുട്ടുകുത്തുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു മനുഷ്യനോട് റെക്കമെൻഡേഷൻ ചോദിച്ചു, എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു. എന്നാൽ മനുഷ്യൻ മറന്നുപോയി, അവൻ വിട്ടുപോയി. ദൈവത്തിന് യോസേഫിനെ പറ്റി വ്യക്തമായ കാര്യപരിപാടികൾ ഉണ്ടായിരുന്നു. വിശുദ്ധിയോടെ നിൽക്കാൻ തീരുമാനിച്ച ഒരു വ്യക്തിയെ പറ്റി ദൈവത്തിന് വ്യക്തമായ ഒരു തീരുമാനമുണ്ട്. നാം അതാണ് ആഗ്രഹിക്കേണ്ടത്. എന്താണ് ദൈവത്തിന് എന്നെ പറ്റിയുള്ള ആഗ്രഹം? എന്താണ് ഈ ജോലി എനിക്ക് കിട്ടണമോ വേണ്ടയോ? ദൈവത്തിന് എന്താണ് എന്നെ പറ്റി ആഗ്രഹം? ഈ പരീക്ഷ ഞാൻ പാസ്സാകണമോ വേണ്ടയോ? ഞാൻ വിദേശത്ത് പോകണമോ വേണ്ടയോ? എനിക്ക് ഒരു പ്രമോഷൻ കിട്ടണമോ വേണ്ടയോ? ദൈവത്തിന് എന്താണ് എന്നെക്കുറിച്ചുള്ള ആഗ്രഹം? ആദ്യം അവൻ്റെ സന്നിധിയിൽ ഇരിക്കുക, ആദ്യം നാം പ്രാർത്ഥിക്കുക, കർത്താവേ നിനക്ക് എന്നെ പറ്റി എന്താണ് ആഗ്രഹം? ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊള്ളാം, ഞാൻ അതിനായി കാത്തിരുന്നുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അതാണ് കൃപ എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. എപ്പോഴും യഹോവയിലുള്ള ആശ്രയം, യേശുക്രിസ്തുവിലുള്ള ആശ്രയം, അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥയാണ്. ഇവിടെ നാം താഴത്തേക്ക് വായിക്കുന്നുണ്ട്, 2 സംവത്സരം കഴിഞ്ഞപ്പോൾ, 2 സംവത്സരമായിട്ടും യോസേഫിനെ അവൻ ഓർത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് യോസേഫിനെ വിളിച്ചിറക്കിയ ദൈവം, അവൻ വിശ്വസ്തനാണ്. പ്രിയമുള്ളവരെ, അവൻ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. എന്താണ് സംഭവിച്ചത്? 2 സംവത്സരത്തിന് ശേഷം രാജാവ് ഒരു സ്വപ്നം കണ്ടു. അങ്ങനെ വീണ്ടും ഈ പാനപാത്രവാഹകരുടെ പ്രമാണി അത് ഓർത്തു. യോസേഫ് വീണ്ടും രാജസന്നിധിയിൽ ചെന്നു. എന്താണ് ഇവിടെ? ഇത് യേശുവിനെ നാം കാണുക, യേശുവിൽ ആശ്രയിക്കുക. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് 118-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്. യേശുവിലുള്ള ആശ്രയം വെക്കുക. പ്രിയമുള്ളവരെ, ആശ്രയിക്കാൻ കൊള്ളാവുന്നവനായി ഇന്ന് യേശു മാത്രമാണുള്ളത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ വേറൊരു വ്യക്തിയെ കാണുന്നുണ്ട്. 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അവിടെ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ പൗലോസാണ്. പൗലോസ് ആസിയയിലാണ്. അവിടെ എന്തൊക്കെയോ കഷ്ടപ്പാടുകൾ പൗലോസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താണ് നാം വായിക്കുന്നത്? അവിടെ ഒരു വ്യക്തിയെ നാം കാണുന്നുണ്ട്. എന്താണ്? നമുക്ക് വായിച്ച് കേൾക്കാം. സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾക്ക് അറിയാതിരിക്കുവാൻ
ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കുമീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഞങ്ങൾ ശക്തിക്കുമീതെ അത്യന്തം ഭാരപ്പെട്ടു എന്ന്, ജീവിതത്തിൽ നിരാശ വന്നു എന്ന്. ആർക്കാണ് നിരാശ വന്നത്? ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ദൈവപുരുഷനാണ്. പൗലോസ്ലീഹയാണ് അവിടെ പറയുന്നത്. അന്ന് ആസിയയിൽ വെച്ച് ഉണ്ടായ കഷ്ടപ്പാടുകൾ ഓർത്തപ്പോൾ ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ അത്യന്തം ഭാരപ്പെട്ടു എന്ന്. നാം മനുഷ്യർ ഒരു നിമിഷം, എത്ര വലിയ വ്യക്തികളാണെങ്കിലും, എത്ര വലിയ ശ്രേഷ്ഠ ദൈവജനമാണെങ്കിലും, ഒരു നിമിഷം നാം ഒന്ന് ഭാരപ്പെട്ടു പോവും. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ചില നിരാശയുടെ ഒരു പൊടി പോലെ കയറി വരും. അപ്പോൾ ആ നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത ചില ഭാരവിഷയങ്ങൾ വരുമ്പോൾ, ആ നിമിഷം നാം ഭാരപ്പെട്ടു പോവും. ജീവിതത്തിൽ നിരാശ കയറി വരുന്നത് പോലെ തോന്നും. ആ നിമിഷം തന്നെ, അപ്പോൾ തന്നെ, അതേ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്നുള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ദൈവത്തിലേക്കുള്ള ആശ്രയം, ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നു. യേശുവിലുള്ള ആശ്രയം അപ്പോൾ കിട്ടി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോൾ ജീവിതത്തിൽ പ്രത്യാശ ലഭിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, യേശുവിൽ ആശ്രയിച്ചു. അപ്പോൾ എന്താണ് എനിക്ക് ലഭിച്ചത്? താഴത്തേക്ക് നമുക്ക് വായിച്ച് കേൾക്കാം. ഞാൻ യേശുവിൽ ആശ്രയിച്ചു എന്ന്. ഞാൻ മരിക്കുമെന്ന് ചിന്തിച്ച സമയത്ത്, ഞാൻ കഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ച സമയത്ത്, ജീവിതത്തിലേക്ക് നിരാശ കടന്നു വന്ന സമയത്ത്, ഭാരപ്പെട്ടു പോയ സമയത്ത് ഞങ്ങൾ യഹോവയിൽ ആശ്രയിച്ചു, ഞങ്ങൾ യേശുവിൽ ആശ്രയിച്ചു. അവൻ ജീവനുള്ള ദൈവമാണ്. അവൻ മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്. എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് അവൻ പരിഹാരം തരാൻ കഴിയാത്തവനല്ല. ഞാൻ യേശുവിൽ ആശ്രയിക്കുന്നു എന്ന്. അവിടെ അപ്പോൾ എന്താണ് സംഭവിച്ചത്? 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്താണ് അവിടെ വായിക്കുന്നത്? നമുക്ക് വായിച്ചു കേൾക്കാം. ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ജീവിതത്തിൽ ഒരു പ്രത്യാശ വരികയാണ്. ഇത്ര ഭയങ്കരനായ ദൈവം, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, ഇനി വിടുവിക്കും, മേലാലും വിടുവിക്കുമെന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവമാണ് എന്നെ വിടുവിച്ചത്, ദൈവമാണ് എന്നെ ആ പാപക്കുഴിയിൽ നിന്ന് കോരിയെടുത്തത്, ദൈവമാണ് എന്നെ വിളിച്ചിറക്കിയത്, ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ നീതീകരണം തന്നത്, ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതം തന്നത്, ദൈവമാണ് എൻ്റെ ജീവിതം എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി തന്നത്. അവനാണ് എന്നെ വിടുവിച്ചത്. ആ ഒരു ഉറപ്പ് കിട്ടുന്നു, ആ ഒരു ഉറപ്പ് ഹൃദയത്തിലേക്ക് വരുന്നു. പ്രിയമുള്ളവരെ, ഇതെല്ലാം പറയുന്നത് വ്യക്തമായ ജീവിതത്തിൽ മാനസാന്തരമുള്ളവരുടെ കാര്യത്തിലാണ്, ജീവിതത്തിൽ പാപത്തോട് യാത്ര പറഞ്ഞവരുടെ കാര്യത്തിലാണ് പറയുന്നത്. ദൈവം എന്നെ വിടുവിച്ചു എന്നുള്ള ഉറപ്പ് എത്ര പേർക്കുണ്ട്? ദൈവം എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി തന്നു എന്ന് ഉറപ്പ് എത്ര പേർക്കുണ്ട്? അവർക്കിത് പ്രാഗൽഭ്യത്തോടെ പറയാം, ദൈവം എന്നെ വിടുവിച്ചു, ഇനി വിടുവിക്കും. ഇനി നടക്കുന്ന കാര്യത്തിൽ അവൻ എന്നെ വിശുദ്ധീകരിക്കും. അവൻ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധീകരണം അവൻ തരും. ഇനിയും വിടുവിക്കും, മേലാലും അവൻ വിടുവിക്കും. എന്നെ നിത്യരാജ്യത്തിൽ എത്തിക്കും. എന്നെ അവൻ മഹത്വ പ്രതീക്ഷതയിൽ എന്നെയും അവൻ കാണും. ഞാൻ നിത്യരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുമെന്നുള്ള ഉറപ്പ്, അതാണ് വേണ്ടത്. ദൈവാശ്രയമുള്ളവർക്ക് ആ ഒരു ഉറപ്പുണ്ടാകും. എപ്പോഴും ജീവിതത്തിൽ പ്രത്യാശയുണ്ടാകും. എന്നെ വിടുവിച്ച ദൈവമുണ്ട്, എന്നെ കാക്കുന്ന ദൈവമുണ്ട്, എന്നെ വിടുവിക്കുന്ന ദൈവമുണ്ട്. മാത്രമല്ല, എന്നെ മേലാലും വിടുവിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിലാണ് എൻ്റെ ആശ്രയമെന്ന്, ആശ്രയം യേശുവിലാണ് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് 2 കൊരിന്ത്യർ 4:7 പൗലോസ് അവിടെ എഴുതിയിരിക്കുകയാണ്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 4:7 വാക്യം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് ശക്തിയുണ്ട്, ഭയങ്കരമായ ഒരു ശക്തിയുണ്ട്. അത് ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് നിങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ്, അത് ദൈവത്തിന്റെ കൃപയാണ്. ഈ അത്യന്ത ശക്തി ദൈവം ഇന്ന് നമുക്ക് ദാനമായി പൊഴിച്ചു തരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത് കൃപയാണ്. ആ കൃപ ഈ മൺപാത്രത്തിൽ, ഈ കുശവൻ മെനഞ്ഞ ഈ മൺപാത്രത്തിൽ, യേശുക്രിസ്തു മെനഞ്ഞു തന്ന ഈ മൺപാത്രത്തിൽ ആണ് ഉള്ളത് എന്ന്. ആ മൺപാത്രത്തിലുള്ള അത്യന്ത ശക്തി ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ജീവന്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ, വീണ്ടും താഴത്തേക്ക് വായിക്കുകയാണ്. 8-ാം വാക്യം നമുക്ക് വായിക്കാം. എങ്ങനെയാണ് ആ ശക്തി എൻ്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ഒരു പ്രാഗൽഭ്യത്തോടെ എനിക്കത് പറയാൻ സാധിക്കുമെങ്കിൽ, എന്താണ് 8-ാം വാക്യത്തിൽ പറയുന്നത്? നമുക്ക് വായിച്ചു കേൾക്കാം. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്
യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവരാണ്, ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്, ഞങ്ങൾക്ക് രോഗമുണ്ട്, ഞങ്ങൾക്ക് സർജറി ഉണ്ട്, ഞങ്ങൾക്ക് രോഗക്കിടക്കയിലാണ്, ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല, ഞങ്ങൾ പരീക്ഷ എത്ര എഴുതിയിട്ടും തോറ്റുപോവുകയാണ്, ഞങ്ങൾ വീണു പോവുകയാണ്. എന്നാൽ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. എന്താണ്? എൻ്റെ യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിലുണ്ട് എന്നുള്ള ഉറപ്പ്, പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിലുണ്ട് എന്നുള്ള ഉറപ്പ്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ യേശുവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ഒരു കാലത്തും നിരാശപ്പെടുന്നില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്തെല്ലാം വന്നാൽ എന്താണ്? ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ഇതൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ്. എന്നാൽ ദൈവം പ്രസംഗിക്കുന്നതല്ല നോക്കുന്നത്, ദൈവം സാക്ഷ്യം പറയുന്നതല്ല നോക്കുന്നത്. നിന്റെ ജീവിതം എങ്ങനെയാണ്? നീ ഇത് ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ? ഉപദേശിക്കാൻ എളുപ്പമാണ്, ജീവിക്കാനാണ് ബുദ്ധിമുട്ട്. അതിന് ദൈവത്തിന്റെ കൃപ വേണം. നിന്റെ ജീവിതമാണ് യഹോവ നോക്കുന്നത്. ദൈവം ഇന്നിവിടെ നമ്മോട് ഓരോരുത്തരോടും ഈ വചനം പറയുന്ന എന്നോട് ചോദിക്കുകയാണ്, മകനെ, നിന്റെ ജീവിതം എങ്ങനെയാണ്? നീ പ്രസംഗിക്കുന്നുണ്ടല്ലോ, നീ സാക്ഷ്യം പറയുന്നുണ്ടല്ലോ, നിന്റെ ജീവിതം എങ്ങനെയാണ്? നിന്റെ ജീവിതത്തിൽ ഇനിയും തിരുത്തേണ്ടത് എന്തെങ്കിലും ഉണ്ടോ? പ്രിയമുള്ളവരെ, നാം ഇവിടെ ഇരുന്ന് കരയുക. ഇന്ന് എൻ്റെ ജീവിതത്തിൽ തിരുത്തേണ്ടത് എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഇനി ആശ്രയം യേശുവിലേക്ക് മാറ്റേണ്ടത് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ യേശുവിൽ ആശ്രയം വിട്ടകന്നു പോകുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയെങ്കിൽ നാം പാടും, നാം ചേർന്ന് പാടും. എന്താണ് പാടുക എന്നറിയോ? ആശ്രയമാരും ഇല്ലെന്നു ചൊല്ലി ആദിയിലാണ്ടു വലയേണ്ട, ആശ്രയമാരുമില്ലെന്നു ചൊല്ലി ആദിയിലാണ്ടു വലയേണ്ട, ആശ്രിതർക്കാലംബമേശുതാനല്ലോ, ആകുലമെല്ലാം നീക്കിടുക, ആശ്രിതർക്കാലംബമേശുതാനല്ലോ, ആകുലമെല്ലാം നീക്കിടുക. ആശ്രിതർക്കാലംബമായി യേശു ഉണ്ട് എന്ന് ആശ്രയമില്ലാതെ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യരിൽ എത്രയൊക്കെ ആശ്രയിച്ചിട്ടും എനിക്കൊരാശ്രയമില്ലല്ലോ, എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്കൊരാശ്രയമില്ലല്ലോ, എൻ്റെ കൂട്ടുകാരിൽ നിന്ന് എനിക്കൊരാശ്രയമില്ലല്ലോ, ഈ ഭൂമിയിൽ ഇന്ന കാര്യത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും ആളില്ലല്ലോ എന്നോർത്ത് ആരെങ്കിലും വേദനയോടെ, ആരെങ്കിലും തകർന്ന മനസ്സോടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, ആശ്രിതർക്കാലംബമായി യേശു ഉണ്ട് എന്ന്, ആശ്രയിക്കാൻ കൊള്ളാകുന്നവനായി യേശു ഉണ്ട് എന്ന്, അത് വിശ്വാസത്തോടെ നാം നമ്മുടെ ജീവിതം സമർപ്പിക്കുക. നാം വിശ്വാസത്തോടെ ഏറ്റുപറയുക, എനിക്ക് ആശ്രയിക്കാൻ യേശുവുണ്ട്, ഞാൻ യേശുവിൻ്റെ വകയാണ്, അവൻ എൻ്റെ ഇടയനാണ്, അവൻ എൻ്റെ തോളത്ത് വഹിച്ചിരിക്കുകയാണ്. അതാണ് എൻ്റെ പ്രത്യാശ. അത് ഞാനും എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.